ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തടസ്സങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മർക്കോസ് 10:48 വാക്യം. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. ബർത്തിമായി തന്റെ കാഴ്ച ലഭിക്കാൻ ദൃഢനിശ്ചയം ചെയ്തപ്പോൾ ആളുകൾ അവന്റെ ദയനീയ അവസ്ഥയെക്കുറിച്ച് അശ്രദ്ധരായിരുന്നു. അവനെ ആരും സഹായിച്ചില്ല. കർത്താവിനെ വിളിക്കരുതെന്നും നിശബ്ദനായിരിക്കണമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ഇന്നും കർത്താവിനെ വിളിക്കുന്നതിൽ നിന്നും പ്രാർത്ഥിക്കുന്നതിൽ നിന്നും പലരും നിങ്ങളെ തടഞ്ഞേക്കാം. ചിലർക്ക് സ്വന്തം കുടുംബങ്ങൾ തന്നെ എതിരാളികളായിരിക്കാം. ഇസ്രായേൽ ജനം മിസ്രൈം വിട്ട് വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ ഫറവോൻ അവരെ ആദ്യം വിലക്കി. ആട്ടിൻകുട്ടിയുടെ രക്തത്താൽ ഇസ്രായേൽ മക്കൾ ആ തടസ്സം തകർത്തു. രണ്ടാമതായി ചെങ്കടൽ ഒരു വലിയ തടസ്സമായി നിന്നു. മോശ തന്റെ വടി നീട്ടിയപ്പോൾ ആ തടസ്സവും തകർന്നു. ചെങ്കടൽ അവർക്കായി പിരിഞ്ഞു. മൂന്നാമതായി യോർദാൻ നദി ഒരു പ്രധാന തടസ്സമായിരുന്നു. എന്നാൽ കർത്താവിന്റെ പെട്ടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ കാലുകൾ അതിൽ സ്പർശിച്ചപ്പോൾ യോർദാനിലെ വെള്ളം വറ്റിപ്പോയിരുന്നു. യോശുവ 3:13 വാക്യത്തിൽ ഇത് കാണാൻ സാധിക്കും. അപ്പോൾ എരിഹോയുടെ മതിലുകൾ കനാൻ ദേശത്തേക്ക് കടക്കുന്നതിന് തടസ്സമായി നിന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ സ്തുതിച്ചുകൊണ്ട് ചുറ്റി നടന്നപ്പോൾ എരിഹോയുടെ മതിലുകൾ തകരുകയും തടസ്സങ്ങൾ തകർക്കുകയും ചെയ്തു. ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ചിലർക്ക് അതവരുടെ സാഹചര്യങ്ങളായിരിക്കാം, ചിലർക്ക് അതവരുടെ കടപ്രശ്നങ്ങളായിരിക്കാം, മറ്റു ചിലർക്ക് അത് ദുഷ്ടന്മാരുടെ കുതന്ത്രങ്ങളായിരിക്കാം. നമ്മുടെ ദൈവമായ കർത്താവാണ് എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തത്. ഇത് മേഘ 2:13 വാക്യത്തിൽ കാണാൻ സാധിക്കും. പരക്കൻ സ്ഥലങ്ങളെ മിനുസപ്പെടുത്തുന്നത് അവനാണെന്ന് യെശയ്യാവ് 40:4 വാക്യത്തിലും, അവൻ നിങ്ങളുടെ മുൻപേ പോയി വളഞ്ഞ വഴികളെ നേരെയാക്കുമെന്ന് യെശയ്യാവ് 45:2 വാക്യത്തിലും, അവൻ പർവ്വതങ്ങളെ പാതിയാക്കും, എല്ലാ പെരുവഴികളും ഉയർത്തും എന്ന് യെശയ്യാവ് 49:11 വാക്യത്തിലും പറയുന്നു. തടസ്സങ്ങൾ ഭേദിക്കുന്നവൻ എന്ന മഹത്തായ നാമമാണ് മീഖ പ്രവാചകൻ കർത്താവിന് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇയ്യോബ് 42:2 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശ്യമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു എന്ന്. ബർത്തിമായി അന്ധനായിരുന്നു. കാഴ്ച ലഭിക്കാൻ അവൻ കർത്താവായ യേശുവിനെ വിളിച്ചപ്പോൾ ആളുകൾ അവനെ ശാസിക്കുകയും മിണ്ടാതിരിക്കാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അതുപോലെ ചില മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ അവരെ വിലക്കുകയും ശാസിക്കുകയും ചെയ്തു. എന്നാൽ യേശു പറഞ്ഞു, കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണെന്ന്. ഇത് മത്തായി 19:14 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. മറ്റുള്ളവർ നിങ്ങളെ തടയുമ്പോൾ നിരാശപ്പെടരുത്. പരീക്ഷണങ്ങളിലും സമരങ്ങളിലും തളരരുത്. പർവ്വതങ്ങളിൽ ചവിട്ടി അവയെ ജയിക്കാൻ നിങ്ങളെ വിളിക്കുന്നു. ഈ ലോകത്തിലെ ജനങ്ങൾക്ക് തടസ്സങ്ങൾ കൊണ്ടുവരാൻ കഴിയും. നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളെയും തകർക്കാൻ ദൈവം ശക്തനാണ്. ദൈവമക്കളെ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 തിമോഥെയോസ് 3:12 വാക്യം. എന്നാൽ യേശുക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവവും ഉണ്ടാകും. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ സങ്കീർത്തനങ്ങൾ 72-73 അധ്യായങ്ങൾ, വൈകുന്നേരം റോമർ 9 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.